എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാർ വീണ്ടും യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പാട്ടും ഡാൻസും അടിപൊളി പാർട്ടിയൊക്കെ ആയിട്ട് അവരെങ്ങനെ എൻജോയ് ചെയ്യും. ഒരുപാട് ദൂരം മുൻപോട്ടേക്ക് പോയി കഴിയുമ്പോൾ ദൂരത്തായിട്ട് ഇപ്പോൾ ഒരു ഐലാൻഡ് കത്തിയെരിയുന്നത് അവർ കാണും. നമ്മുടെ ആൾക്കാരെല്ലാവരും ആകാംക്ഷയോടുകൂടെ അവിടേക്ക് നോക്കും. ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഒരുപാട് വോൾക്കാനോസ് അങ്ങനെ പൊട്ടിയെരിഞ്ഞ് കത്തി അമർന്നുകൊണ്ടിരിക്കുകയാണ്. ലൂഫിക്കൊഴികെ നമ്മുടെ ആൾക്കാർക്ക് എല്ലാവർക്കും അത് കണ്ട് പേടിയാവും. പക്ഷെ ലൂഫി ആണെങ്കിൽ ഒറ്റക്കാലിൽ നിന്ന് അവിടേക്ക് പോകണം, എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി, അവിടേക്ക് പോയി ചില്ലി ഇടന്നൊക്കെ പറഞ്ഞ് ബഹളം വെക്കും. നാമി അവള് ലാക് പോസിലേക്ക് നോക്കും. അപ്പോഴായിരിക്കും അവള് ഷോക്ക് ആവുക. ആക്ച്വലി ആ 3 സൂചിയിൽ ഒരു സൂചി പോലും ആ ഐലാൻഡിനെ ഫോക്കസ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് അതൊരു ഐലാൻഡ് അല്ല. അവൾ ആ കാര്യം ലൂഫിയോട് പറയും. പക്ഷെ അപ്പോഴും ലൂഫിക്ക് അവിടേക്ക് പോണെന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചു നിൽക്കും. ഉടനെ സാഞ്ചി ആണെങ്കിൽ നമ്മുടെ ഡാഡി ഷെഫ് കൊടുത്ത വലിയൊരു പാൻ അതവർക്ക് കാണിച്ചു കൊടുക്കും. ലൂഫി പറയുന്നത് പോലെ നമ്മൾ അവിടേക്ക് പോവാണെങ്കിൽ ഇതില് നല്ല അടിപൊളി ഫുഡ് ഉണ്ടാക്കാം. ഈ ഒരു പാനിൽ ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ വാൾക്കാനോ ആവശ്യമാണെന്ന് പറയും. പക്ഷെ നാമിക്കാണെങ്കിൽ ഒട്ടും മനസ്സില്ല. അതിന് കാരണം മറ്റൊന്നുമല്ല, അതിനു ചുറ്റും ഒരുപാട് മത്സ്യങ്ങളുടെ അസ്ഥികൾ കത്തി എരിയുന്നതായിട്ട് അവൾ കാണും. എന്തോ ഒരു അപകടം അവിടെ ഉണ്ടെന്ന് അവൾ പറയും. അതേസമയം ട്രാൻസ്പോർട്ടർ സ്നേഹിൽ പൊട്ടിക്കരയുന്നത് കണ്ട് നമ്മുടെ ലൂഫി അവിടേക്ക് ഓടിയെത്തും. നിനക്കെന്ത് പറ്റി, നീ എന്തിനാ കരയണേ ചോദിക്കും. പക്ഷെ അതാണെങ്കിൽ നിർത്താതെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിൽ സാഞ്ചി ആണെങ്കിൽ വണ്ടടിച്ച്, നീ ഇങ്ങനെ ഒരു മന്ദബുദ്ധിയാണോ? അത് ആക്ച്വലി എമർജൻസി അലാമാണ്. ആർക്കോ നമ്മുടെ സഹായം ഇപ്പം ആവശ്യമുണ്ട്, സോ ഫോൺ എടുക്കാൻ പറയും. അത് കേട്ട് റോബിൻ അവൾ നിലവിളിച്ചു പറയും, ദയവ് ചെയ്ത് ആ കോൾ എടുക്കരുത്, ഇതൊരു ട്രാപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നേവിക്കാർ തമ്പടിക്കും. നേവിക്കാരല്ലെങ്കിൽ മറ്റേതെങ്കിലും പൈററ്റ്സ് അവർ നമ്മളെ ട്രാക്ക് ചെയ്യാനും അറ്റാക്ക് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഉസോപ്പ് ആണെങ്കിൽ അത് കേട്ട് ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവും. വാവ്, നീ പറഞ്ഞത് കറക്റ്റ് ആണെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലൂഫി അവനെ കോൾ അറ്റൻഡ് ചെയ്ത്, ഹലോ ഞാൻ ലൂഫിയാണ്, ഓപ്പോസിറ്റ് ആരാ ഉള്ളതെന്ന് എനിക്ക് അറിയാൻ പറ്റുമോ? ഓസോപ്പ് ഫുൾ കലിപ്പിൽ ചാടി വീണ് ലൂഫിയുടെ തലയ്ക്കൊരൊറ്റയാട്ടി. ഇവിടെ ഫോണിലാണെങ്കിൽ ആരോ നിലവിളിക്കുന്ന ശബ്ദം കേൾക്കും. അവനാണെങ്കിൽ എന്നെ രക്ഷിക്കൂ പ്ലീസ്, എന്നെ അവർ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് മുറവിളി കൂട്ടുകയാണ്. ലൂഫി അതിന് ആൻസർ ചെയ്യുമ്പോഴേക്കും ആരോ അവനെ വെട്ടിക്കൊല്ലും. നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ എന്താ പറയണ്ടേ എന്താ ചെയ്യണ്ടേന്നൊന്നും അറിയില്ല. ഇങ്ങനെ ഒരു സാഹചര്യം അതിനു മുൻപ് നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ റോബിനാണെങ്കിൽ അപ്പോഴും ഭയങ്കര ഡൗട്ട്, ഒരു പക്ഷേ ഇതും എന്തെങ്കിലും ട്രാപ്പ് ആണെങ്കിലോ. അതേസമയം ബ്രൂക്കിനാണെങ്കിൽ വേറെ ചില സംശയങ്ങൾ തോന്നും. ഫോണിലൂടെ സാമുറായുടെ പേരൊക്കെ വിളിച്ചു പറയുന്നത് അവർ കേട്ടിരുന്നു. ഓൾറെഡി സാമുറായുമായിട്ട് നമ്മുടെ ബ്രൂക്ക് ഫൈറ്റ് ചെയ്തിട്ടുണ്ട്. സോ അവനറിയാവുന്ന കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ആൾക്കാരോട് പറയും. ബ്രൂക്ക് ആണെങ്കിൽ സാമുറായ്സ് ചില്ലറക്കാരല്ല, അവർക്ക് ഭയങ്കര പവറാണ്. ഗവൺമെന്റ് പോലും അവരുമായിട്ട് ഏറ്റുമുട്ടാൻ പേടിക്കുന്നവരാണെന്നൊക്കെ പറഞ്ഞ് വമ്പം ബിൽഡപ്പ് കൊടുക്കും. സോറോ ആണെങ്കിൽ അവനുമായിട്ട് ഏറ്റുമുട്ടിയ ആ ഒരു സാമുറായെ കുറിച്ച് ഓർക്കും. ഡിസ്കഷൻ അങ്ങനെ കാര്യമായിട്ട് നടക്കുമ്പോൾ നമ്മുടെ ലൂഫി അവൻ ചാടി എഴുന്നേറ്റ് പറയും, ഒന്നും നോക്കാനില്ല, നമ്മൾ എത്രയും വേഗം അവിടേക്ക് പോകണം, അവിടെയുള്ള ബാക്കിയുള്ളവരെങ്കിലും നമുക്ക് രക്ഷിക്കണം. സാമുറായി അല്ല, അതിലും പവർ ഉള്ളവർ വന്നാലും നമ്മൾ അവരെ ഡിഫീറ്റ് ചെയ്യുന്നു പറഞ്ഞ് അവനങ്ങനെ സ്റ്റണ്ണായിട്ട് നിൽക്കും. പക്ഷെ ബാക്കിയുള്ള നമ്മുടെ ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര പേടി. കാരണം ആ ഒരു ഭാഗം മുഴുവൻ തീയിൽ കത്തി എരിയാണ്. അതുമാത്രമല്ല, റോബിൻ പറഞ്ഞതുപോലെ അതൊരു ട്രാപ്പ് ആണെങ്കിൽ അതിലവർ പെട്ടുപോകാനും ചാൻസ് ഉണ്ട്. ലൂഫി ആണെങ്കിൽ സ്നെയിൽ എടുത്ത് വീണ്ടും അടുത്തുള്ള നെറ്റ്വർക്കിൽ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കും. 2 കോണ്ടാക്റ്റിൽ ഇത്തവണ കണക്റ്റഡ് ആവും. അതിലൊന്ന് നമ്മുടെ സ്മോക്കറിന്റെ G5ഉം മറ്റൊന്ന് നേവി സോൾജിയേഴ്സിന്റെ കപ്പലിലുള്ള സ്നെയിലും ആയിരിക്കും. ലൂഫിയുടെ കാറിലും കൂവലും ചോദ്യമൊക്കെ കേൾക്കുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും ഇത് സ്ട്രോ ഹാറ്റ് ലൂഫിയാണെന്ന്. സ്മോക്കർ ആണെങ്കിൽ ഒന്നും ചിന്തിക്കില്ല. ലൂഫിയാൻ ടീം അവര് പോകാനായിട്ട് നിൽക്കുന്ന അതേ ഭാഗത്തേക്ക് കപ്പൽ ടേൺ ചെയ്യും. അതേസമയം ഇവിടെ നമ്മുടെ ആൾക്കാരുടെ കപ്പലിൽ ഒരു ടീം അവരെ രക്ഷിക്കാനായിട്ട് വോൾക്കാനോരുടെ അടുത്തേക്ക് പോവില്ല എന്ന് പറയും. മറ്റൊരു ടീം പോകുമെന്നു. അങ്ങനെ 2 ടീമും ഒന്നിന് 50 പറഞ്ഞ് 100 പറഞ്ഞ് പൊരിഞ്ഞ തർക്കം. അങ്ങനെ തർക്കത്തിനൊടുവില് നമ്മുടെ ആൾക്കാർ ലോട്ടിട്ട് തീരുമാനിക്കും. ഒസോപ്പ് ആണെങ്കിൽ കണ്ണൊക്കെ അടച്ച് പേടിച്ച് അതിൽ നിന്ന് ഒരു ലോട്ട് എടുക്കും. അതിലാണെങ്കിൽ റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുണ്ടാവും. റെഡ് കളർ മാർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവര് പോകണം എന്നാണ്. ഉസോപ്പിന്റെ കൂടെ തന്നെ സോറോയ്ക്കും റോബിനും ലൂഫിക്കും റെഡ് കാർഡ് കിട്ടും. ലൂഫി ആണെങ്കിൽ ഉസോപ്പിനോട് പറയും, യു ആർ സോ ലക്കി, നിനക്ക് റെഡ് കാർഡ് കിട്ടിയില്ലേ. അത് കേട്ട് അവൻ ദേഷ്യപ്പെട്ട് പറയും, എന്നെ കൊണ്ട് പറ്റില്ല, എനിക്ക് പോകണ്ട, ദയവ് ചെയ്ത് ആരെങ്കിലും ഈ കാർഡൊന്ന് ചേഞ്ച് ചെയ്ത് താ. ണെങ്കിൽ നമ്മുടെ ആൾക്കാർക്ക് പോകാനായിട്ട് ഇപ്പൊ ഒരു ക്ലൗഡ് പാത്ത് റെഡിയാക്കി കൊടുക്കും. അതിനുശേഷം ലൂഫിയും ടീമും മിനിമറി എടുത്ത് അതിലൂടെ താഴേക്ക് ഇറങ്ങുകയാണ്. ഒസോപ്പ് ആണെങ്കിൽ അപ്പോഴും നിലവിളിച്ചുകൊണ്ടേയിരിക്കും, പ്ലീസ് എനിക്ക് പകരം മറ്റാരെങ്കിലും ഇതിൽ പോ. പക്ഷെ അവന്റെ യാതനയൊന്നും ആരും മൈൻഡ് ചെയ്യില്ല. ലൂഫി ആണെങ്കിൽ ഫുഡ് അപ്പോഴും കഴിച്ച് കുറച്ചെടുത്ത് ഉസോപ്പിന് കൊടുക്കും. ഉസോപ്പിനാണെങ്കിൽ അത് തിന്നണോ കരയണോ ചിരിക്കണോ എന്നൊന്നും അറിയാത്ത അവസ്ഥയിലാണ്.
അവന്റെ ഏറ്റവും വലിയ ടെൻഷൻ അതിപ്പോ റോബിൻ പറഞ്ഞതുപോലെ അവരിപ്പോ പോകുന്നത് ഒരു ട്രാപ്പിലേക്കായിരിക്കോ, അതുമാത്രമല്ല ഇനി ഇൻ കേസ് തിരികെ വരികയാണെങ്കിൽ നമ്മ ക്രിയേറ്റ് ചെയ്ത ഈ ക്ലൗഡ് അതിവിടെ ഉണ്ടാവുമോ എന്നൊക്കെയാണ്. അതേസമയം കപ്പലിലാണെങ്കിൽ ഇപ്പൊ ചോപ്പർ ശ്വാസം വലിച്ചുവിടും. ഹാവ്, ഞാൻ രക്ഷപ്പെട്ടു. ഇൻ കേസ് എനിക്ക് ലോട്ട് വീണിരുന്നെങ്കിൽ ഉറപ്പായാലും ആ തീയിൽ പോയി കരിഞ്ഞ് കരിക്കട്ടയായിട്ട് ഞാൻ തിരികെ വന്നേനെ. പക്ഷെ നാമിക്കാണെങ്കിൽ വലിയ ടെൻഷനൊന്നും ഇല്ല. അവരവിടേക്ക് പോയിട്ട് ഒന്നുമില്ലാതെ വെറുതെ തിരികെ വരുമെന്നാണ് അവള് പ്രതീക്ഷിക്കുക. അഞ്ചി ഉടനെ അവര് പറയുന്നൊന്നും കാര്യാക്കാതെ കുക്ക് ചെയ്യാൻ കിച്ചണിലേക്ക് പോകും. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ആൾക്കാര് അവരവരുടെ ബോട്ടിൽ മുൻപോട്ടേക്ക് പോകുമ്പോൾ ദൂരത്തായിട്ട് ഒരു കമ്പിവേൽ കാണും. അതിന്റെ തൊട്ട് സെന്ററിൽ ഒരു വലിയ ഗേറ്റ്. ലൂഫി പറയും ആക്ച്വലി ഇതൊരു ഐലാൻഡ് തന്നെയാണ്. മുൻപ് ഇവിടെ ആരൊക്കെയോ ജീവിച്ചിരുന്നു. അവര് കെട്ടിയതാണ് ഈ കമ്പിയും ഗേറ്റും ഏലിയും ഒക്കെ. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നുന്നു. പെട്ടെന്ന് നമുക്ക് അവിടേക്ക് പോവാം. ഒസോപ്പിനാണെങ്കിൽ ഭയങ്കര കൺഫ്യൂഷൻ. ഇവിടെ മുഴുവൻ തീ കത്തി പടരല്ലേ. സോ ഇവിടെ നിന്നൊന്നും ഇത്രയും ചൂടിലും തീയിലും ആരും സർവൈവ് ചെയ്യാൻ ചാൻസ് ഇല്ല. എനിക്ക് തോന്നുന്നത് ഇവിടുന്ന് ആയിരിക്കില്ല നമ്മളെ സ്നെയിലൂടെ കോണ്ടാക്ട് ചെയ്തതെന്നാണ്. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ റോബിൻ എന്ന് പറഞ്ഞ് ഇപ്പൊ അവൻ തിരിഞ്ഞു നോക്കും. റോബിനും സോറോയും അവർ രണ്ടുപേരും ഹാപ്പി ആയിട്ടിരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുമാത്രമല്ല അവരാണെങ്കിൽ ലൂഫിക്ക് ഫുഡൊക്കെ ഇപ്പൊ ഊട്ടി വിടുകയാണ്. ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിന്നാവും. അവൻ തലയ്ക്ക് കൈയൊക്കെ കൊടുത്ത് പൊട്ടിക്കരയും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒരുപാട് നേരം കഴിയുമ്പോൾ അവരുടെ ചെറിയ ബോട്ടാണെങ്കിൽ പങ് ഹസാർഡ് എന്നൊരു എൻട്രൻസിലേക്ക് വരും. മുൻപ് സ്നെയിലൂടെ കോണ്ടാക്ട് ചെയ്ത ആള് പറഞ്ഞ ലൊക്കേഷനും പങ് ഹസാർഡ് തന്നെയാണ്. സോ ഈ ഒരു എൻട്രൻസ് തുറന്ന് അകത്തേക്ക് പോകണം. നമ്മുടെ ആൾക്കാർ മിനിമറി സേഫായി ഒരു സ്ഥലത്ത് നിർത്തും. അതിനുശേഷം ആ എൻട്രൻസിലേക്ക് വരും. എൻട്രൻസിൽ തന്നെ നേവിക്കാരും മിലിറ്ററി ഫോഴ്സും എല്ലാവരും അതിന്റെ അകത്തേക്ക് പോകുന്നത് കർശനമായി നിർത്തലാക്കിയിട്ടുള്ള ചില ബോർഡുകൾ കാണും. സോ ഇതിന്റെ അകത്ത് ആരും ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്ന് റോബിൻ പറയും. ഒസോപ്പ് ആണെങ്കിൽ ഒരു വമ്പൻ ഓസ്കാർ ആക്ടിംഗ് ഒക്കെ വെച്ചു കൊടുക്കും. ഓ മൈ ഗോഡ്, ഇത് ഓൾറെഡി ക്ലോസ്ഡ് ആണ്. ഇവിടേക്ക് ആരും പോവാൻ ചാൻസ് ഇല്ല. ഇനിയും സമയം വൈകിട്ടില്ല, നമുക്ക് തിരികെ പോവാന്ന് പറഞ്ഞ് അവൻ തിരികെ നടക്കും. പക്ഷെ സോറോ അവന്റെ സ്ക്വാഡ് എടുത്ത് ആ മെയിൻ ഗേറ്റ് വെട്ടി താഴെയിടും. അതിനുശേഷം സോറോയും ലൂഫിയും ഷർട്ടൊക്കെ അഴിച്ച് അകത്തേക്ക് പോവും. അവരുടെ തൊട്ടു പിന്നാലെ റോബിനും. ഉസോപ്പിനാണെങ്കിൽ ചത്താ മതിന്നാവും. വേറെ വഴിയില്ലാതെ അവനും ഷർട്ടൊക്കെ അഴിച്ച് അവരുടെ പിന്നാലെ പോവാണ്. സോറോ, ലൂഫി, റോബിൻ പ്ലീസ് ഞാനും വരുന്നു നിൽക്ക് എന്നൊക്കെ പറഞ്ഞ് അവൻ പിന്നാലെ ഓടും. അങ്ങനെ അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാവരും ഒരു എഡ്ജിലേക്ക് എത്തുകയാണ്. അവർ തൊട്ട് മുൻപിലായിട്ട് ആ ഐലാൻഡ് മുഴുവൻ തീയിലും ലാവയിലും ഉരുകി ഒലിക്കുന്നതായിട്ട് കാണും. ലൂഫി ആണെങ്കിൽ വിളിച്ചു പറയും, ഹലോ, ഇവിടെ ആരെങ്കിലും ഉണ്ടോ? ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തേക്ക് വാ, അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്ക്, ഞങ്ങൾ നിങ്ങളെ രക്ഷപ്പെടുത്താം. അപ്പോഴായിരിക്കും ഒസോപ്പിനൊരു കാര്യം ഓർമ്മ വരിക. നെയിലിൽ കോണ്ടാക്ട് ചെയ്ത ആള് പറഞ്ഞത് അവൻ നിൽക്കുന്ന സ്ഥലം മുഴുവൻ തണുപ്പാണെന്നും മഞ്ഞാണെന്നൊക്കെയാണ്. ഇവിടെ മുഴുവൻ തീയാണ്. സോ ഇവിടെയൊന്നും അവനെ കാണാൻ യാതൊരു ചാൻസും ഇല്ല. ഉടനെ അവരാണെങ്കിൽ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്ത് മുൻപോട്ടേക്ക് തന്നെ പോവും. ഇവിടെ കപ്പലിലാണെങ്കിൽ ടാഞ്ചി എല്ലാവർക്കും ഐസ്ക്രീം ഒക്കെ കൊടുത്ത് അവർ റിലാക്സ് ചെയ്യും. പക്ഷെ നാമി അവള് മുകളിലേക്ക് നോക്കി കാവുകയാണ്. കാരണം സ്കൈയിൽ തന്നെ രണ്ട് ദിശയിലും രണ്ട് ക്ലൈമറ്റ് പോലെയാണ് അവൾക്കിപ്പോ കാണാൻ കഴിയുക. കട്ട് ചെയ്ത ലൂഫിയാൻ ടീം അവരാണെങ്കിൽ എന്തോ ഒന്നിനെ കണ്ട് പേടിച്ച് നിൽക്കുകയാണ്. അത് മറ്റൊന്നുമല്ല, വലിയൊരു ഡ്രാഗൺ. ഇനിയിപ്പോ എന്താ ചെയ്യാന്നറിയാതെ അവര് പകച്ചു നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.